ഒന്ന് ശമൂവേൽ 15-ാം അധ്യായം 22-ാം വാക്യം. 1 ശമൂവേൽ 15-ാം അധ്യായം 22-ാം വാക്യം. ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായ ശൗൽ രാജാവ് അമാലേക്കിന് എതിരെ യുദ്ധത്തിന് കടന്നുപോയി വിജയശ്രീലാളിതനായി മടങ്ങി വന്നിരിക്കുകയാണ്. അമാലേക്യർക്ക് എതിരെ യുദ്ധത്തിനായിട്ട് കടന്നു പോകുമ്പോൾ ദൈവം ശൗലിനോട് പറയുന്നുണ്ട്, ശൗലെ, നീ കടന്നുപോയി യുദ്ധം ചെയ്യുന്ന ഈ രാജ്യം അത് ദൈവത്തിന് ഹിതകരമല്ലാത്ത രാജ്യമാണ്. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ കടന്നു വരുമ്പോൾ അനാവശ്യമായി ഈ ജനതയോട് യുദ്ധം ചെയ്ത ഒരു രാജ്യമാണ്. അതുകൊണ്ട് ആ രാജ്യത്തോടുള്ള പ്രതികാരം ദൈവത്തിന്റെ പ്രതികാരമാണ്. ദൈവമാണ് നിന്നോട് കൂടിയിരുന്ന് ആ രാജ്യത്തെ പരാജയപ്പെടുത്തുക. ആയതിനാൽ ആ രാജ്യത്തിൽ നിന്നും ഒന്നും നീ സ്വീകരിക്കരുത്. അവിടെയുള്ള എല്ലാറ്റിനെയും നശിപ്പിച്ചു കളയണം. അത് മനുഷ്യനായാലും മൃഗമായാലും എല്ലാറ്റിനെയും കൊന്നുകളയണം. എന്നാൽ യുദ്ധം വിജയിച്ച ശൗൽ രാജാവ് അവിടെ ഉണ്ടായിരുന്ന മേൽത്തരമായ മൃഗങ്ങളെ, കന്നുകാലികളെ ജീവനോടെ തന്റെ പാളയത്തിലേക്ക് കൊണ്ടുവന്നു. ഒരു വലിയ ലാഭം നേടുവാൻ ശൗലിന് കഴിഞ്ഞു. ശൗലിനെ കാണുവാനായി ശമൂവേൽ പ്രവാചകൻ വരുന്നുണ്ട്. അകലെ നിന്ന് തന്നെ മൃഗങ്ങളുടെ ശബ്ദം ശമൂവേൽ കേൾക്കുന്നുണ്ട്. ശൗൽ രാജാവിന്റെ അരികിലേക്ക് കടന്നു വന്ന് ശമൂവേൽ ചോദിക്കുന്നുണ്ട്, ദൈവം നിനക്ക് വിജയം നൽകിയല്ലോ, ദൈവം പറഞ്ഞ കൽപ്പനകളൊക്കെ നീ അനുസരിച്ചോ? എന്തുകൊണ്ടാണ് ഈ മൃഗങ്ങളെ നീ ജീവനോട് പിടിച്ചുകൊണ്ടുവന്നത്? ശൗൽ അതിന് നൽകുന്ന മറുപടി ഇതാണ്, അല്ലയോ പ്രവാചകനെ, ഈ മൃഗങ്ങളെ ഞാൻ ജീവനോട് കൊണ്ടുവന്നത് ദൈവത്തിന് യാഗമർപ്പിക്കുവാൻ വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ അതിനെ കൊണ്ടുവന്നത്. ശമൂവേൽ അതിന് നൽകുന്ന മറുപടിയാണിത്, അല്ലയോ ശൗലേ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നത് നാം ദൈവത്തെ അനുസരിക്കുന്നവരാകണം എന്നാണ്. പലപ്പോഴും ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിപ്പാൻ നമുക്ക് കഴിയുന്നില്ല. പകരം നാം ചിന്തിക്കുന്നത് നമ്മുടെ നേട്ടങ്ങളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ദൈവനാമത്തിൽ നൽകുമ്പോൾ, നേർച്ചകളും കാഴ്ചകളും നൽകുമ്പോൾ ഈ ദൈവം പ്രീതനാകും എന്നാണ്. ഒരിക്കലുമില്ല. ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നാം ദൈവത്തെ അനുസരിക്കുക എന്നതാണ്. വചനം മനസ്സിലാക്കുവാനും വചനം കേൾക്കുവാനും അതിനെ അനുസരിക്കുവാനും കഴിയുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹത്തിന് നിദാനം.